പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എനിക്കത് ഞെട്ടണമെന്നില്ല. മറ്റേ നമ്മുടെ രമണൻ പറഞ്ഞ പോലെയാണ്. ഏത് രമണൻ? നമ്മുടെ ദിലീപിന്റെ പടല്ലേ ഈ പുറക്കം തളിക. എപ്പോഴും ഞെട്ടാൻ എനിക്ക് എന്താ വരാത്തുണ്ടോന്ന് വെച്ചാൽ അതേപോലെ ഞെട്ടണം. എനിക്കതിൽ ഞെട്ടണമെന്നില്ല. ചൈന എപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. ചൈനയെ പാകിസ്ഥാൻ വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ കളിച്ചുകൊണ്ട്, അമേരിക്കയും ചൈനയും പാകിസ്ഥാൻ വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈന നിങ്ങൾ UN-ലുള്ള വിവിധ സെക്യൂരിറ്റി കൗൺസിലുള്ള വിവിധ പാകിസ്ഥാനെതിരെ വന്നിട്ടുള്ള പല പ്രമേയങ്ങളും മീറ്റ് ചെയ്യുന്ന ആരാണ്? ചൈനയാണ്. ഇന്ത്യക്കെതിരെയുള്ളതിനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ചൈനയാണ്. അപ്പം അതിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല ഇതിലും ചൈനയ്ക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വെറുതെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം വെറുതെ അവിടെ കിടന്നിട്ട് മൂലയിൽ കിടന്നിട്ട് ഉണ്ടാക്കിയെടുത്ത പരിപാടിയൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിനു വേണ്ടി അതിശക്തമായൊരു കോൺസ്പിറസി ഉണ്ട്. ആൻറ്റി ഇന്ത്യ കോൺസ്പിറസിയാണ്. ആ കോൺസ്പിറസിയിൽ പ്രധാനപ്പെട്ട പങ്ക് ചൈനയ്ക്കുണ്ട്. അമേരിക്കയുടെ മൗനാനുവാദം ഉണ്ടാവും. ഇസ്രായേലിന് പങ്കൊന്നും ഉണ്ടാവില്ല. ഇസ്രായേൽ ഈസ് വിത്ത് ഇന്ത്യ ആൻഡ് ദേ ആർ അഫ്രൈഡ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയതുള്ളതുകൊണ്ട് ന്യൂക്ലിയർ ആയതുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യം എന്ന് എഴുതി അവർക്ക് പാകിസ്ഥാനെ പേടിയില്ല. ഒരു മുസ്ലിം രാജ്യത്ത് അവർക്ക് പേടിയില്ല. ഇതിനെ കുറച്ച് അവർക്ക് പേടിയില്ല. പിന്നെ പൊട്ടിയാൽ തീർന്നു. യൂതന്മാർ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 5 കോടി യൂതന്മാരേ ഉള്ളൂ. പൊട്ടിയാൽ തീർന്നു. അത് പേടി അവർക്ക് ഇസ്രായേൽ. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അവരെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ ലോകശക്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവും. അതിലുപരിയായിട്ട് അവരുടെ ഇന്റേണൽ മാർക്കറ്റിനും സിവിലിയൻസിനും അവർ കൊടുക്കുന്ന മെസ്സേജാണ്. ആ രാജ്യത്തെ ആരും പരിഗണിക്കാറില്ലായിരുന്നു. പാകിസ്ഥാൻ അവിടെ കിടക്കട്ടെ. പണ്ടത്തെ ചില സിനിമാ നടികളില്ല, നമ്മളൊക്കെ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഡ്രിങ്കുകളായിരുന്നു ഈ ചേച്ചിമാർ. അവരിപ്പോൾ നമ്മൾ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയാൽ കാണാറുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാറുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. അതായത് പണ്ട് ഈ ഇന്ത്യയിൽ നിരന്തര അടിയൊക്കെയുള്ള സമയത്ത് പാകിസ്ഥാൻ നിങ്ങളെ ന്യൂസിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ലോകത്തെ ഏറ്റവും നല്ല ടീമായിരുന്നു. ഏറ്റവും സെക്സ് അപ്പീലുള്ള ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻസ് ഇന്ത്യനെക്കാട്ടും നന്നായി UN-ൽ ഇംഗ്ലീഷ് പറയുമായിരുന്നു. ആ പാകിസ്ഥാൻ പഴയ ഡ്രിങ്കുകൾ ഹേമാമാലിനെയൊക്കെ പോലെയായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഗോവയിലെ ഫിലിം ഫെസ്റ്റിവൽ ഹേമാമാലിനെ കാണും. നമ്മളാരും വലിയ മൈൻഡ് ചെയ്യാറുണ്ടോ? നമ്മളിപ്പോൾ തമന്നയൊക്കെ ഉണ്ടെങ്കിൽ നോക്കും. അപ്പോഴത്തെ തമന്നയാണ് ഇസ്രായേലൊക്കെ. അപ്പോൾ അതേപോലെയാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാനെ ചൈന നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ചൈനയും ഇടയ്ക്കകത്ത് അവരെന്ത് കാശം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടി മിലിറ്ററി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തുന്നത് ഇത് ചൈനയാണ്. അവരുടെ പല യുദ്ധവിമാനങ്ങളും അവർ സ്വന്തമായിട്ട് ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കുന്ന കാരണമൊക്കെ പറയും. ശരിക്കും ചൈനയുടെ ഫൈറ്റർ പ്ലെയിനെ മേടിച്ച് പാകിസ്ഥാനെ കൊണ്ടുപോയി അസംബിൾ ചെയ്താണ് ഈ സാധനം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വൺ വേൾഡ് വൺ റോഡ് പ്രൊജക്റ്റ് ഉണ്ട്. ചൈനയെ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന സിൽക്ക് റൂട്ടിനെ ഉദ്ദീപിപ്പിച്ചെടുക്കാനുള്ള പരിപാടി. അതിൽ അവർക്ക് പാകിസ്ഥാൻ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ്. ഇന്ത്യയിൽ പങ്കാളിയായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പാക്-അധിനിവേശിത കാശ്മീരിൻ്റെ കുറേ ഭാഗങ്ങൾ അവർ ചൈനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ പ്രദേശത്ത് ചൈന ഇപ്പോൾ ഒരു ഡാമും കെട്ടിയിട്ടുണ്ട്. സിന്ധു നദിയുടെ ആ ഭാഗത്ത് ഇപ്പം നദിയില്ല. നദി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഒഴുക്കണമല്ലോ, അതില്ല. ചാല് മാത്രമേ ഉള്ളൂ. ചൈന ഒരു ഡാം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൈന അവർക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. പക്ഷേ അടുത്ത കാലത്ത് ഇവരാരും പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. ഗോവ ഫിലിം ഫെസ്റ്റിവൽ കാണുന്ന ഹേമാമാലിനിയുടെ അവസ്ഥയായിരുന്നു. അതിപ്പോൾ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹേമാമാലിനി ഇങ്ങനെ ഒരു എന്താണെന്ന് പറയുക, ഒരു മറ്റേ ഉല്ലല്ല എന്നുള്ള ഡാൻസൊക്കെ കാണിച്ച് ഇപ്പോൾ വന്ന ആളുകൾ ചിലപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് നോക്കല്ലോ. ആ രീതിയിൽ ഇപ്പം പാകിസ്ഥാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ രീതിയിലൊക്കെ അവർക്ക് ഇൻ്റർനാഷണലി അങ്ങനെ ശ്രദ്ധ ഒന്നുകൂടി അവരുടെ ഒരു എന്താ പറയുക ഒരു ശക്തി ഒന്നും കൂടി കാണിച്ചു. അല്ലെങ്കിൽ ഇന്റേണലി ജനങ്ങളെ കൊണ്ട് നമ്മളത് പാകിസ്ഥാനിലേക്ക് ഒരു ശ്രദ്ധ എന്നതിലപ്പുറം ഒരു ഇന്ത്യക്കകത്ത് ഒരു ഇന്റേണലി ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ട് ചൈനയ്ക്കും അമേരിക്കയും ഇത്തരത്തിൽ പാകിസ്ഥാനും നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ നേട്ടങ്ങളല്ലേ ഉള്ളൂ. 2 കാര്യങ്ങളാണ്. അത് ഞാൻ പലപ്പോഴും ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ടാർഗറ്റ് ഭരിക്കുന്നത് മോഡി ആയതുകൊണ്ട് ഗുജറാത്തിൽ ട്രെയിൻ കത്തിയപ്പോൾ എങ്ങനെയാണോ ഒരു ആൻറ്റി മുസ്ലിം റയട്ട് ഉണ്ടായത്, അതുപോലെ ഇപ്പോൾ മോഡിയാണ് ഭരിക്കുന്നത്. സൗത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം വിരുദ്ധ കലാപങ്ങളുണ്ടാകും. 10-20 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെടും. അപ്പം അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇന്ത്യയെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്ലാൻ. RSSകാർക്ക് ബിയറുള്ളതുകൊണ്ടും മോഡി കൃത്യമായിട്ട് BJPക്കാർക്ക് ഈ പാകിസ്ഥാനികൾ മനസ്സിലാവാത്തതുകൊണ്ടും അത് നടന്നില്ല.
മോഡിക്ക് ഇവിടെ ഇപ്പോൾ എങ്ങനെ എന്ന് മോഡിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് നടന്നില്ല. രണ്ടാമത്തെ അവരുടെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ അവരെ കയറി ചുരണ്ടും. കാരണം മോഡിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് മോഡി വെറുതെ ഇരിക്കില്ല. അപ്പോൾ മോഡി തിരിച്ച് അടിക്കുമെന്ന് അവർ ഉദ്ദേശിച്ച് പഹൽഗാം പോലെ ഒരു അറ്റാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. തിരിച്ചടിക്കാനൊക്കെ ഒപ്പം അവരുടെ കയ്യിലുണ്ട് അത്യാവശ്യം. അത് തിരിച്ചടിക്കുമ്പോൾ അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോയാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഭയങ്കര സമ്പന്നനാണെന്ന് വിചാരിക്കും. നിങ്ങളതിന് വലിയ പൈസ, നിങ്ങൾക്ക് എപ്പോഴും എന്നോട് അസൂയായിരിക്കും. നിങ്ങളെപ്പോഴും എന്നെ നിങ്ങളെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ വലിയ സമ്പന്നയാണ്, ഞാൻ ഭയങ്കര പാവപ്പെട്ടവനാണ്. ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് അസൂയ, നിങ്ങളെ എൻ്റെ നിലവാരത്തിൽ താഴ്ത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാൻ്റെ സ്ഥിതി അങ്ങനെയാണ്. അവിടെയുള്ള പൊളിറ്റീഷ്യന്മാർ തന്നെ പറയുന്നു ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്, നമ്മളെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്, നമ്മൾ ഭീകരവാദത്തെ കയറ്റി വയ്ക്കുന്നു, ഇന്ത്യ IT കയറ്റി വയ്ക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലേക്ക് ഇന്ത്യ വന്നാൽ നഷ്ടമായിരിക്കാം ഇന്ത്യക്കാണ്. പാകിസ്ഥാൻ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്യും. അവർക്ക് തോൽക്കുക പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പം രമണന് ഗുസ്തിയിലെ തോൽവി ഒരു പുതിയ കാര്യമാണ്. രമണനാരും പഞ്ചാബി ഹൗസിലാണ് രമണനിൽ. മറ്റേ പേരെന്തായിരുന്നു ഈ പൊക്കം തളിയിലെ അരിശ്രീ അശോകൻ്റെ അതാ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണല്ലോ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അരിശ്രീ അശോകൻ്റെ കാലത്ത് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രമണന് തോൽവി ഒരു പുതിയ കാര്യമൊന്നുമല്ലോ. സൽമാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് സൽമാനെ കൈ പൊക്കി കാണിക്കും. അത് കൊച്ചേനീഫാണ് കാണിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് അവരുടെ കാര്യം. അപ്പോൾ ഇന്ത്യനെ പിടിച്ച് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പിന്നോട്ട് പോകും മാത്രമല്ല അവരുടെ കയ്യിലുള്ള വേറെ സംഭവം ന്യൂക്ലിയർ വെപ്പൺസാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് അവർ 1 2 ഇന്ത്യയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മോഡി തിരിച്ചടിക്കും. പിന്നെ മോഡിയുടെ ഈഗോ ഹർട്ടാവും. തിരിച്ചടിക്കാതിരിക്കാൻ ആരും പറയില്ല. പക്ഷെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ രാജ്യം മുമ്പ് ഉണ്ടാവില്ല. പക്ഷേ പാകിസ്ഥാൻ നമ്മൾക്ക് നേരെ ഒരേപോലെ ഇന്റർനാഷണൽ ഉപരോധം വരും. ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ലോകത്തിൻ്റെ നിലനിൽപ്പിൽ ഭീഷണിയായി എന്നതാണ്. അത് നമ്മളെല്ലാ മേഖലയും പിന്നോട്ട് തരും. ഇനി യൂട്യൂബ് ചാനലൊന്നും തന്നെ പ്രവർത്തിക്കാൻ പറ്റണമെന്നില്ല. സാറ്റലൈറ്റുകളും എല്ലാം തന്നെ അവരൊന്നിങ്ങനെ തകർത്ത് കളയും. അതല്ലെങ്കിൽ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല, അല്ലെങ്കിൽ കമ്പോണൻസ് കിട്ടാതെ അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ഇങ്ങനെയാണ് ഇറാഖ് നശിച്ചു പോയത്. ഇറാഖ് ഒരു വളരെ പ്രോഗ്രസീവായിട്ടുള്ള വളരെ ഡെവലപ്ഡ് കൺട്രിയാണ്. അമേരിക്കയുടെ ഉപരോധം വന്നപ്പോൾ ഇറാഖ് വിട്ടുപോയി. പിന്നെ അമേരിക്കനോട് യൂറോപ്യൻ രാജ്യങ്ങളെ പിടിച്ച് എളുപ്പം നമുക്കില്ല. ബി റിയലിസ്റ്റിക്. പാകിസ്ഥാനോടും ചൈനയോടും ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിടിച്ചേക്കാം. പാകിസ്ഥാൻ തോൽപ്പിക്കാൻ പറ്റും, ചൈനയെ പിടിച്ചു വെക്കാൻ പറ്റും, ബംഗ്ലാദേശിനെ തരിപ്പണമാക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് പറ്റും. യൂറോപ്യൻ രാജ്യങ്ങളോടൊന്നും അല്ലെ, എസ്പെഷ്യലി നാറ്റോനോട് കളിക്കാനുള്ള. അപ്പം ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒറ്റയ്ക്കെന്ന് നമുക്ക് നേരിടാൻ പറ്റും. നാറ്റോനോട് കളിക്കുന്ന ശേഷി നമുക്കില്ല, അമേരിക്കയോട് കളിക്കുന്ന ശേഷി നമുക്കില്ല. അപ്പോൾ അവരുടെ ഉപരോധം കൊണ്ടൊന്നും നമ്മൾ സഹിക്കിയ രക്ഷയുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ 50 വർഷം പിന്നോട്ട്. ഇതാണ് പാകിസ്ഥാൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളൊരു യുദ്ധത്തിലേക്ക് വലിച്ചു, അതല്ല അവർ യുദ്ധം ചെയ്യും, കമൺ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ യുദ്ധം ചെയ്യും, ഞങ്ങൾ റെഡിയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ മോദി എടുക്കുന്ന ഒരു ശാന്തമായിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും മോഡി ഇപ്പോഴാണ് ശരിക്കും ഒരു കൃത്യമായ ലീഡറായിട്ട് ഓരോ ഘട്ടം മെച്യൂർഡായി മാറിക്കൊണ്ടിരിക്കാതെ. കാരണം എല്ലാവരും തിരിച്ചടിക്ക് എന്ന് പറഞ്ഞപ്പോഴും ആദ്യം ഒരു ജലയുദ്ധം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു തുൽപ്പുചീട്ട് ഇട്ട് കൊടുക്കുകയും, കാരണം വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു, ഇന്ത്യക്ക് തിരിച്ചടിക്കാനും. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് മറ്റൊരു അവിടെയാണ് ഞാൻ പറഞ്ഞത്, മോഡിനെ വായിക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റി. മോഡിയെ വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയില്ല. ഇപ്പം ഗുജറാത്ത് കലാപം ഞാനൊക്കെ മോഡി എനിക്ക് കണ്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്തുള്ള മോഡി അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോഡി. അതാണ് എൻ്റെ വ്യത്യാസം. ഗുജറാത്ത് കലാപം അന്ന് അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സൊക്കെ അതിന് വലിയ ബന്ധമുണ്ട്. ആ മോഡി അങ്ങനെയുള്ള മോഡിയാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി അങ്ങനെയല്ല. ബാലാക്കോട്ട് കഴിഞ്ഞിട്ടുള്ള മോഡിയല്ല ഇപ്പോഴത്തെ മോഡി ഓരോരോ സ്റ്റേജ് കഴിയുമ്പോഴും ആ സാഹചര്യത്തിനനുസരിച്ച് മോഡി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം മോഡിൻ്റെ ഉള്ളിലുണ്ട് തന്നെ. അപ്പോൾ ഒരു വിചാരിച്ച മോഡി വന്ന് പണി കൊടുക്കുന്നതായിരുന്നു. മോഡി പണി കൊടുത്തില്ല. മോഡി കൊടുത്തവർ വേറെയാണ്, ബുദ്ധിപരമായ പണിയാണ് കൊടുത്തത്. നദീജല കരാർ റദ്ദാക്കി. അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാക്കില്ല. അതിനിപ്പോൾ അണക്കെട്ടൊന്നും ഇല്ല അതിൽ. പക്ഷേ അതൊരു മെസ്സേജ് ആയിരുന്നു. ഇവന്മാർ ഓടിക്കയറി സിംലാ കരാർ നടപ്പിലാക്കി. സിംലാ കരാർ നടപ്പിലാക്കിയത് ഇന്ത്യക്ക് കാര്യം വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ പാക ഒക്കിപ്പെട്ട് കാശ്മീർ പിടിച്ചെടുക്കാം. പക്ഷെ അതിനിപ്പം പോകുന്നൊന്നുമില്ല. അപ്പോൾ മോഡി വളരെ മച്യൂർഡായിട്ടാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നത്. ഏതായാലും ചൈനയും അമേരിക്കയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടന്നില്ല എന്നുള്ളത് തന്നെ. സോഫ നടന്നിട്ടില്ല. പക്ഷേ ആ സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കറിയില്ല അങ്ങോട്ട് പോകും. ഞാൻ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് സിറ്റുവേഷൻ കാണുന്നത്. ഇത് എസ്കലേറ്റ് ചെയ്ത് കൈവിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ 50 വർഷം മുന്നോട്ട് പോകുന്നു മാത്രമല്ല, ചിലപ്പോൾ ലോക മഹായുദ്ധമായി മാറും. ഏതോ ഒരു റഷ്യ ഏതാണ്ട് 1000 വർഷം മുമ്പ് വിഭജിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത്
പിന്നെ ഈ പോപ്പിന് ശേഷം മരിച്ച പോപ്പിന് ശേഷം 10 ദിവസം വരും പോപ്പായിട്ട്. അയാൾ വന്നു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ലോകം അവസാനിക്കും. സത്യത്തിൽ ഈ ലോകത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ഏതാണ് അങ്ങനെയൊക്കെ തോന്നി. ഉക്രൈനിലെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാകുന്നു വരുന്നു. സോ നമുക്ക് ശ്വാസം വിടാൻ സമയമായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.